കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഈ പ്രഭാതത്തിൽ വീണ്ടും ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഓരോ പ്രാവശ്യവും നമ്മൾ ഒന്നിച്ച് ദൈവവചനം അറിയുവാനും യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ ഇരിക്കുമ്പോൾ ഇറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. യേശുവിൻ്റെ കൂടെ വസിക്കുന്നത്, യേശുവിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ നടക്കുന്നത്, അതിനേക്കാളും മെച്ചമേറിയതും അതിനേക്കാളും നിറവുള്ളത്, ഫുൾഫില്ലിങ് വേറെ ഒന്നുമില്ല. നമ്മൾ എത്ര സമ്പത്തുണ്ടാക്കിയാലും, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, യേശു ക്രിസ്തുവുമായിട്ടുള്ള ജീവിതത്തെ തട്ടിച്ചു നോക്കിയാൽ all the things that the world can give is nothing. Only Jesus fills us with all his fullness. And so it's a privilege. ഏറ്റവും വലിയ പ്രിവിലേജാണ് കർത്താവിനെ കുറിച്ച് സംസാരിക്കുക. അതേ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ബിസിനസ്സുകാർ കാണും, ചിലർ പ്രൊഫഷണൽസ് കാണും. അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് ഇത് തങ്കുബ്രദറിന് പറ്റുമായിരിക്കും, ഞങ്ങൾ ലോകത്തിൽ നിൽക്കുന്ന. നോ, യേശു എങ്ങനെയാണ് പറഞ്ഞത്, ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ യേശു നമ്മുടെ കൂടെ ഉണ്ട്. വെദർ യു ആർ ഇൻ വർക്ക്, വെദർ യു ആർ ഇൻ അറ്റ് ഹോം, വെദർ യു ആർ എനിവെയർ, ഹീ ഈസ് വിത്ത് അസ്. ആൻഡ് ഇറ്റ്സ് റിയാലിറ്റി. ഇത് റിയലാണ്. നമ്മുടെ കൂടെ യേശു നടക്കുക. ആൻഡ് ഇറ്റ് ഈസ് ദർ ഇസ് നോ സൂപ്പർഫിഷ്യൽ സ്പിരിച്വാലിറ്റി. ഇറ്റ്സ് എ റിയാലിറ്റി that Jesus is here. യേശു വരുമ്പോൾ, യേശു വരുന്നതിന് മുമ്പായി യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ ഒരു ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് ഇത് സമീപിക്കുക, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അഗൈൻ അതിനെ നമ്മളൊരു സ്പിരിച്വൽ ആയിട്ട് കാണാതെ, മാനസാന്തരം എന്ന് പറയുന്നത് ടു ചേഞ്ച് ദ വേ ഓഫ് യുവർ തിങ്കിങ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരു രൂപാന്തരം വന്ന് മനസ്സിൻ്റെ ചിന്താഗതികൾ മാറണം. കാര്യം എന്താ, ഒരു പുതിയ സാധനം വരുക, ദൈവരാജ്യം. ദൈവം നേരിട്ട് ഭരണം നടത്തുന്ന ഒരു അവസ്ഥ. ഭരണം നാച്ചുറൽ വേൾഡല്ല, ആത്മീയ മണ്ഡലത്തിൽ. ആ ആത്മീയ മണ്ഡലത്തിൽ ദൈവരാജ്യത്തിൽ ചില പ്രിൻസിപ്പിൾസാണ്. അവിടെ ഡെമോക്രസി അല്ല, ദൈവരാജ്യമായതുകൊണ്ട്, രാജാവ് ഭരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ ആ രാജാവ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കുകയും പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നടക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യത്തിലെ ഇൻഹെറിറ്റൻസ്, അവകാശം നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് നടക്കാം, വിശ്വാസിയാന്ന് പറഞ്ഞ് നടക്കാം, എന്നാൽ ആ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വചനത്തിൽ പല സ്ഥലത്തും പറയുന്നത് അങ്ങനെ നടന്നതുകൊണ്ട് അവർ അവകാശികളായില്ല. ദേ കുഡ് നോട്ട് ഇൻഹെറിറ്റ് ദ പ്രോമിസ്, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഗോഡ്. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന് 28-ാമത്തെ വാക്യം. Therefore, since we are receiving a kingdom which cannot be shaken, let us have grace by which we may serve God acceptably with reverence and godly fear. ദൈവരാജ്യം, വി ആർ റിസീവിങ് എ കിങ്ഡം. അതുകൊണ്ട് തന്നെ ലെറ്റ് us have the grace, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വേണം. എന്തിനാ? ടു ലിവ് acceptable to God and with fear, godly fear and reverence. ദൈവരാജ്യത്തിൽ പലപ്പോഴും കൃപ നമുക്ക് തന്നിരിക്കുന്നത്, സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് നമ്മുടെ ശൈലിയിലോ നമ്മുടെ ചിന്താഗതികൾക്ക് തക്കോണം നടക്കാനായിട്ടല്ല. ദൈവ രാജ്യം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കിങ്ഡം ഓഫ് ഫുൾനെസ്. അതുകൊണ്ടാണ് യേശു വരുന്നതിന് മുമ്പേ ദൈവരാജ്യം സമീപിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ദൈവരാജ്യം നിങ്ങളുടെ നടുവിലുണ്ടെന്ന് യേശു നിൽക്കുമ്പോൾ പറഞ്ഞു. ആ ദൈവരാജ്യം ഇന്ന് നമ്മുടെ അകത്ത് വന്നിരിക്കുക. ദൈവരാജ്യത്തിൽ നമ്മൾ ക്രിസ്തു മുഖാന്തരം പ്രവേശിച്ചിരിക്കുക.
ആൻഡ് നൗ വി ഹാവ് ടു എൻജോയ് വാട്ട് ഈസ് ഇൻസൈഡ്. പക്ഷേ പലപ്പോഴും യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷവും രക്ഷിതാവായി സ്വീകരിച്ച ശേഷവും സ്നാനപ്പെട്ട ശേഷവും പലപ്പോഴും ഈ പറയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. ചിലർ അഭിവൃദ്ധിപ്പെടുന്നവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവർ വളഞ്ഞ വഴിയായിരിക്കും ഇത് ചെയ്തത്, അവർ ഇന്നത് പ്രസംഗിച്ചത് കൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നേ ഉള്ളൂ. യേശു ക്രിസ്തുവുമായിട്ട് നടക്കുക, രാജാവിൻ്റെ കൂടെ നടക്കുക, രാജാവിനെ സ്നേഹിക്കുക, ആ രാജാവ് നമ്മുടെ കൂടെ വസിക്കാം എന്ന വാഗ്ദത്തമുണ്ട്. യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും. ഓർത്ത് നോക്കി, യേശുവിൻ്റെ വാക്കാ, ആൻഡ് വി വിൽ കം ആൻഡ് മേക്ക് അവർ ഹോം വിത്ത് യു. രാജാധിരാജനും കർത്താധികർത്തനും നമ്മുടെ കൂടെ വന്ന് വസിക്കുന്ന അനുഭവം. നൗ ഈ പ്രിൻസിപ്പിൾസാണ് ഈ തിരുവെഴുത്തിനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. ദൈവരാജ്യം നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. നൗ വി ഹാവ് ടു ലിവ് ഇൻ എ ന്യൂ വേ ഓഫ് തിങ്കിങ്. പലപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന പറഞ്ഞതിൽ നടക്കണം, ഇന്നത് രീതിയിൽ നടക്കണം എന്ന് ശാഠ്യം പിടിച്ച് നടക്കാതിരിക്കുമ്പം പിന്നെ ദൈവവും ഇല്ല, ഒന്നുമില്ല, ഞാൻ ഇറങ്ങിപ്പോവുക. അങ്ങനെയല്ല. ഇതിൽ കൂടുതൽ യേശുക്രിസ്തുവുമായിട്ടൊരു പ്രണയബന്ധത്തിലെത്തുമെന്ന് എനിക്ക് മനസ്സിലാകും, എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാകും. ഞാൻ വിചാരിച്ചതുപോലെയല്ല. ദൈവം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം പിതാവായി ക്രിസ്തു മുഖാന്തരം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം, ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അത് നന്മയാണ്, സമാധാനമാണ്. അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അത് എങ്ങനെ നടപ്പിലാക്കാം, എന്താണ് അത്, അതിൻ്റെ മർമ്മം, മിസ്റ്ററി, അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ഒരു മനോഹരമായ പ്രാർത്ഥന കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിങ്ങനെയാണ്: ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാനുള്ള പരിജ്ഞാനം തരണം, ദൈവത്തിന് പ്രസാദകരമായി നടക്കാനായിട്ട് എന്നെ സഹായിക്കണം, ദൈവത്തിന് ഇഷ്ടപ്രകാരവും പ്രസാദകരമായി, ടു വെൽ പ്ലീസിങ് ഹിം ആൻഡ് അക്സെപ്റ്റബിൾ ടു ഹിം. നമുക്ക് നമ്മുടെ അക്സെപ്റ്റബിലിറ്റി അല്ല, ദൈവത്തിനൊരു അക്സെപ്റ്റബിൾ രീതിയുണ്ട് നടക്കണം. അതുപോലെ നടക്കാൻ സഹായിക്കണേ ദൈവഭയത്തോടെ. ചിലർ ഹെവൻലി ഫീസ്റ്റിൻ്റെ കാര്യത്തിൽ സ്വർഗീയ വിരുന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ്, എസ്പെഷ്യലി ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ചാണ്. പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതെന്താ, പൈസ കൊടുത്താണോ? പൈസ കൊടുത്തതല്ല. പിന്നെ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു കൊമേഴ്ഷ്യൽ ബിസിനസ് സ്ഥാപനമല്ല. ഇതിനൊരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. രാജാവായ യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിബന്ധത്തിൽ മാത്രം. അതുകൊണ്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തൊട്ട് താഴെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പറയാണ്, ദൈവിക വളർച്ച പ്രാപിക്കണമെങ്കിൽ തലയായവനെ മുറുകെ പിടിക്കുക. പ്രിൻസിപ്പിൾസ്. ഞാൻ ആദ്യം മുതലേ ഞാൻ ശുശ്രൂഷയിൽ വരുമ്പോൾ മറ്റ് സഭകളിൽ രക്ഷിക്കപ്പെട്ടവരെ യാതൊരു കാരണത്താലും ഹെവൻലി ഫീസ് ഞങ്ങളുടെ ഒന്നും ആരാധന വരാവോ, അല്ലെങ്കിൽ അവർ പിണങ്ങി വന്നവരെ ഈ സഭയെ കയറ്റത്തില്ല. കാര്യം വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കുകയും പരിശുദ്ധാത്മാവാക്കി വച്ചിരിക്കുന്ന ഇടയന്മാർ. അപ്പോൾ ഏതോ ഒരു ഇടയനെ ദുഃഖിപ്പിച്ച്, ഏതോ ഒരു രക്ഷിക്കപ്പെട്ട സഭയിലെ ദൈവദാസനെ വിഷമിപ്പിച്ചിട്ട് അവിടുന്ന് വന്ന് ഉടനെ ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കും, ഇങ്ങോട്ട് പോരെ, അത് ദൈവരാജ്യത്തിൻ്റെ തത്വത്തിന് എതിരാണ്. കാരണം എന്താ? ദൈവം ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. ആ കടത്തിവിടുന്നത് എൻ്റെ സ്വയം ഒന്ന് ചാകാനാണ്, സോ ദാറ്റ് ജീവൻ എന്നിൽ നിന്ന് വരണം. ദൈവത്തിൻ്റെ പ്ലാൻ എന്നിൽ നിന്ന് ആ സമൃദ്ധിയായ ജീവൻ, ലൈഫ് വരണമെന്ന്. പലപ്പോഴും പല സഭകളിലും പല ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് എനിക്ക് തോന്നി സഭ തുടങ്ങാൻ, സഭ കർത്താവാണ് തുടങ്ങുന്നത്, നമ്മളല്ല. രണ്ട്,
തുടങ്ങിയ ശേഷം അൺസ്ക്രൂപ്ലെസ്സായി നുണ പറഞ്ഞ് വഞ്ചിച്ചും ആൾക്കാരെ എങ്ങനെയും കയറുക എന്ന് പറഞ്ഞാൽ പെര കത്തുവാണെങ്കിൽ വാഴ വെട്ടിയെന്ന് പണ്ട് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിഷമം ആർക്കെങ്കിലും വന്നാൽ ഉടനെ അവരെ സ്ക്വീസ് ചെയ്ത് മുതലെടുക്കുന്ന അനുഭവം. അതല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിൻ്റെ തത്വം യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ടവരെ ദിനംതോറും സഭയിൽ ചേർത്തു. ഒരു സഭയിലോട്ട് ചേർക്കുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ വിശ്വാസികൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു സ്നാനപ്പെട്ടവർ അവരൊരു സഭയിൽ നിന്ന് അടുത്ത സഭ ചാടി പോകുന്നവരുടെ ജീവിതം നോക്ക്, ഒരിക്കലും ഫ്രൂട്ട്ഫുൾ അല്ലായിരിക്കും. അവർ രക്ഷിച്ച ആ ദൈവം കൊണ്ട് നട്ട സ്ഥലം അവിടുന്ന് ചാടി അടുത്ത സ്ഥലത്ത് പോകുന്നു, ഒരിക്കലും ഫ്രൂട്ട്ഫുൾ അല്ലായിരിക്കും. അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നവരും ഫ്രൂട്ട്ഫുൾ അല്ലായിരിക്കും. കാര്യം ആരെയോ നൊമ്പരപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഹെവൻലി ഫീസ്റ്റിലെ ഈ തത്വം ആദ്യകാലം മുതൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നും ഞായറാഴ്ച ധൈര്യമായി പറയും, മറ്റ് രക്ഷിക്കപ്പെട്ട സഭയിൽ ഉള്ളവർ ഇന്നും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അടുത്ത ഞായറാഴ്ച ഇവിടെ വരരുത്. പിന്നെയും വന്നാൽ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് അഷേഴ്സ് അവരെ കണ്ട് ആ ദേവദാസൻ്റെ അടുക്കൽ തന്നെ പോകാൻ നടക്കും. അതിൻ്റെ കാരണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദൈവഭയം നഷ്ടപ്പെടും. എന്നാൽ ദൈവഭയമില്ലാതെ രക്ഷിക്കപ്പെടുന്ന മുമ്പേ ഉണ്ടായിരുന്ന ഭയം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് എ വെരി സാഡ് തിങ്. ഗോഡ് ഈസ് ഗോഡ്. അതുകൊണ്ട് തൊട്ട് താഴെ പറഞ്ഞ് ഹീ ഈസ് എ കൺസ്യൂമിങ് ഫയർ, ഹീ ഈസ് സിയലസ് ഗോഡ്. നമ്മുടെ നടപ്പും നമ്മുടെ ജീവിതവും ദൈവഭയത്തിലായിരിക്കണം. ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തെ പേടിച്ച് നടക്കാനല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കാണ് റെവറൻസ്, ബഹുമാനവും, ഗോഡ്ലി ഫിയർ, സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബഹുമാനം. പക്ഷേ സംഭവിക്കുന്നത് ശുശ്രൂഷകർ തന്നെ, ശുശ്രൂഷിക്കുന്നവർ തന്നെ എല്ലാം അക്കോമഡേറ്റ് ചെയ്തു, എല്ലാവരും ഇങ്ങോട്ടോ അങ്ങോട്ടോ വീട്ടിൽ പോയി രക്ഷിക്കപ്പെടുന്നവരുടെ വീടുകളിൽ പോയി മോഷ്ടിക്കുന്നവർ. വാസ്തവത്തിൽ അത് ദൈവരാജ്യത്തിന് വിപരീതമാണ്. അത് നിലനിൽക്കത്തില്ല, ഒരിക്കലും അത് നിലനിൽക്കത്തില്ല. ആ മോഷ്ടിക്കപ്പെടുന്നവരും നിലനിൽക്കത്തില്ല. കാര്യം ദൈവം ആക്കി വെച്ച ഒരു സ്ഥലമുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദിനംതോറും രക്ഷിക്കപ്പെടുന്നവരെ യേശു ഒരു സഭയിൽ കൊണ്ടാക്കിയിരിക്കുക. ചിലരിങ്ങനെ പറയും ദൈവരാജ്യത്തിൽ സഭയില്ല. ഉണ്ട്. സഭയാണ് ഒരു പ്ലാറ്റ്ഫോം വെർ വി ആർ ബിൽറ്റ് അപ്പ്, എക്യുപ്ഡ് ആകുന്നത്. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നോ വൺ ക്യാൻ മെൻറ്റർ അസ്. അപ്പോൾ ദൈവരാജ്യത്തിൽ ഒരു തത്വമുണ്ട്. രണ്ട്, ഏറ്റവും വലിയൊരു റീസൺ ഈസ് ടു ബി ഫെയ്ത്ത്ഫുൾ ടു വെയർ വി ആർ കോൾഡ്. ഇതെല്ലാത്തിൻ്റെയും സാരാംശം നോക്കിയാൽ ഇതെല്ലാം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ്. യേശു ക്രിസ്തു ബിക്കോസ് ഓഫ് ഗോഡ്ലി ഫിയർ, യേശുവിന് ഗോഡ്ലി ഫിയറിൻ്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഈസ് ഗോഡ് ഹിംസെൽഫ്. എന്നാൽ പിതാവിന് മുമ്പിൽ താൻ ഭയത്തോടെ പ്രാർത്ഥിച്ചു, നിലവിളിയോടെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവനോട് പ്രാർത്ഥിച്ചു. യേശു നമ്മുടെ ഒരു മാതൃകയാണ്. എന്തിൻ്റെ മാതൃകയാണ്? എല്ലാത്തിൻ്റെയും മാതൃകയാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ദൈവവചനം വളരെ മനോഹരമായിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Therefore, holy brethren, partakers of the heavenly calling. പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹെവൻലി കോളിംഗ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഹെവൻലി കോളിംഗ് ആയിരുന്നതുപോലെ തന്നെ ഒരു ഓഹരിക്കാർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. കൺസിഡർ ദി അപ്പോസ്റ്റൽ ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫെഷൻ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ സ്വീകരിച്ച സ്വീകാര്യം, യേശുവിനെ കർത്താവായി സ്വീകരിച്ച ആ യേശുവിനെ കുറിച്ച് പറയുന്ന രണ്ട് വാക്കാണ്. ഒന്ന്, ഹീസ് ആൻ അപ്പോസ്റ്റൽ. നമ്പർ 2, ഹീസ് എ ഹൈ പ്രീസ്റ്റ്. അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. അതാ പിതാവ് പറഞ്ഞ എന്നെ അയച്ചതാണ്, ഞാനും നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ടാണ് അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചത്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ തലേ വലിയ ബീമും ലൈറ്റും ഉള്ള ആൾക്കാരല്ല, അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. നമ്മൾ അപ്പോസ്തലന്മാരാണോ? അതെ. വി ആർ സെൻറ്റ് ബൈ ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് അതിനകത്ത് പറയാ, ഹു വാസ് ഫെയ്ത്ത്ഫുൾ ടു ഹിം ഹു അപ്പോയിൻറ്റഡ് ഹിം. തന്നെ ആക്കിയവനായ പിതാവാം ദൈവത്തിന് ഫെയ്ത്ത്ഫുള്ളായിരുന്നു. ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയൊരു മർമ്മമാണ് ഒന്ന്, ദൈവഭയം. ഭയമുണ്ടാകുമ്പോൾ തന്നെ, ദൈവഭയത്തിൽ നടക്കുമ്പോൾ തന്നെ
കാരണം ദൈവഭയം എന്തിനാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ എല്ലാം ആട്രിബ്യൂട്ട്സ് എന്താ? നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്കേ ഇതെല്ലാം വരുത്തുള്ളൂ. അതിൻ്റെ എല്ലാ അടിസ്ഥാനം സ്നേഹത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിത്യജീവൻ എൻ്റെ അകത്തുണ്ട്, നിത്യത എനിക്ക് മുമ്പിലുണ്ട്, ഞാൻ യേശുവിൻ്റെ കൂടെ, യേശുവിനെ നേർക്കുനേർ മുഖാമുഖം കാണേണ്ട ഒരു ദിവസമുണ്ട്. ഈ ലോകത്തിലെല്ലാം താൽക്കാലികമാണ് എന്ന് പറഞ്ഞ്, താൽക്കാലികമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ദാരിദ്ര്യത്തിൽ കഴിയണമെന്നല്ല, താൽക്കാലികമാണെങ്കിൽ പോലും സമൃദ്ധിയായി ദൈവം ഇവിടെ അനുഗ്രഹിക്കും. അപ്പോൾ തന്നെ നിത്യതയുടെ കാഴ്ചപ്പാട് ഒരിക്കലും നഷ്ടപ്പെടരുത്. വി ആർ സ്പിരിച്വൽ ബീങ്സ്, വി ആർ ഇറ്റേണൽ ബീങ്സ്. എവിടെയെങ്കിലും മരിച്ച് അടക്കപ്പെട്ട് കഴിയുമ്പോൾ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. നമ്മുടെ അകത്തെ വ്യക്തിത്വം, ഇന്നർ മാൻ വെളിയിൽ വന്ന് എന്നേക്കുമായി ക്രിസ്തുവിൻ്റെ കൂടെ വാഴേണ്ടി വരാം. അത് ആ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിൽ കണ്ടക്ട് വിത്ത് ഗോഡ്ലി ഫിയർ, വിൽ ബി ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തതയായിരിക്കും. കാര്യം എന്താ? യേശു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, അത് കർത്താവിനോടുള്ള വിശ്വാസം. കണ്ടില്ലെങ്കിലും അത് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതായിരുന്നു, ദർ വാസ് എ ഗോഡ്ലി ലോ ആൻഡ് ദർ ഇസ് എ സ്പിരിച്വൽ ലോ. ആ സ്പിരിച്വൽ ഗോഡ്ലി ലോ എന്ന് പറയുന്നത് കാണാൻ മേലാത്തത് കൊണ്ട് തന്നെ നമുക്കറിയത്തില്ല. അതേസമയത്ത് കാണാൻ മേലെങ്കിലും ഒരു നാച്ചുറൽ ലോ ഉണ്ട്, ആകർഷണ ശക്തി. ചാടുമ്പോൾ താഴെ വീണ് കയ്യും കാലും ഓടി. അതറിയാവുന്നതുകൊണ്ട് ആരും ചാടത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ യാഥാർത്ഥ്യം സ്പിരിച്വൽ ലോ ഉണ്ട്. നമ്മുടെ വായിന്ന് വേണ്ടാത്ത വാക്കുകൾ വരരുത്. അതിലേറ്റവും വലിയ മൂന്നാമത്തെ ഏറ്റവും പ്രധാന കാരണമാണ് പ്രൈഡ് എന്ന് പറയുന്നത്. അഹങ്കാരം, അഹന്ത, ഹ്യൂമിലിറ്റിയാണ് യേശു കാണിച്ച് തൻ്റെ ജീവിതത്തിനോട്. യേശു അതാ പറഞ്ഞത്, കം ലേൺ ഫ്രം മീ ആസ് ഐ ആം മീക്ക്, ഐ ആം ഹംബിൾ അറ്റ് ഹാർട്ട്. പുറമെ കാണിക്കുന്ന മായത്താഴ്മയല്ല, ഹൃദയത്തിൽ സൗമ്യന. കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാം, മൂക്കിലെ ശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഭൂമിയിൽ എന്തോ അച്ചീവ് ചെയ്യാനല്ല നമ്മൾ നിൽക്കുന്നത്, ഒരു ഐക്യപ്പെട്ടവൻ്റെ ദൗത്യം നിവർത്തിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിൽ നടന്നാൽ എന്തെങ്കിലും ലഭിക്കുമോ? ലഭിക്കും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ 6-ാം അധ്യായം 25-ാം വാക്യം മുതൽ താഴോട്ട് 33 അവസാനിപ്പിക്കുന്നത്. 25 മുതൽ 33 വരെ വായിച്ചാൽ അതിൻ്റെ മർമ്മപ്രധാനമായ വാക്ക് ഡു നോട്ട് വറി. നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നിട്ടാണ് കാക്കകളെ നോക്കുവീൻ, പറവകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. സാമ്പത്തിക കാര്യം, ചമയ്ക്കുന്ന ബ്യൂട്ടി, ഇന്ന് കാണുന്നത് നാളെ കാണാത്തതുമായ പുല്ലിനെ ഇത്രമാത്രം ചമയ്ക്കുമെങ്കിൽ നിങ്ങൾ എത്രമാത്രം ചമയ്ക്കും? ലില്ലിയെ നോക്കിക്കുക, അത് എവിടെയാണേലും അതിന് ശോഭ കൊടുക്കുന്ന, അതിനെ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഗ്രോത്ത്, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് മണി, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹെൽത്ത്, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ബ്യൂട്ടി. ഈ ലോകത്തിൽ വേണ്ടി സകല കാര്യമാണ് പറയുന്നത്. പറഞ്ഞിട്ട് യേശു പറയാണ്, ഇതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. പക്ഷേ എന്നാ ചെയ്യണം? ബട്ട് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. മുമ്പിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ 25 മുതൽ 33 വരെ വായിക്കണം. എന്നിട്ട് പറയണം, അവൻ്റെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് മുന്നമേ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാലെല്ലാം കിട്ടും. എന്താ മുന്നമേ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്, അവൻ്റെ നീതി. നമ്മുടെ നീതി കൊണ്ടൊന്നും കിട്ടത്തില്ല, നൽകപ്പെട്ട നീതിയാണ്. സീക്ക് ദ കിങ്, രാജാവിനെ, കിങ് ഡോമിനേറ്റഡ് ലൈഫ്. യേശുവിനെ കർത്താവായി, കർത്തൃത്വം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു യേശുവെ. 2, അവൻ്റെ നീതിയിലാണ് നിൽക്കുന്നതിന് ബോൾഡ്നെസ്. എനിക്ക് ഈ പറഞ്ഞ എല്ലാം എൻ്റെ സ്വന്തമാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, ദീർഘായുസ്സുണ്ട്, സാമ്പത്തികമായ ഉയർച്ച, ഇതെല്ലാം എന്നോട് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യേശു പറഞ്ഞെങ്കിൽ അത് ചേർക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അത് സ്നാനപ്പെട്ടതിൻ്റെ കാര്യം പറയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നടന്നേ. യേശുവിനെക്കുറിച്ച് ചിന്തിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ എന്നാ പറയുന്നത്, ഭയങ്കര സ്പിരിച്വൽ കളിച്ച് നടക്കാനായിട്ടല്ല. യേശു എങ്ങനെയാണോ
റിലേറ്റ് ചെയ്തിരുന്നത്. യേശു എങ്ങനെയാണോ തൻ്റെ ജീവിതം അനുകരിക്കുവാനായി മുഖാന്തരമായി തീരും. അതുകൊണ്ട് അവിടെ ഇബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ലെറ്റസ് ലുക്ക് അറ്റ് ക്രൈസ്റ്റ്, ലെറ്റസ് ഫോളോ ഹിം, വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ദ സെയിം ഹെവൻലി കോളിംഗ്. കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. എനിക്കൊരു കാര്യം അറിയാം, യേശുവിനെ നോക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കപ്പെടുത്തില്ല. അതുകൊണ്ടാണ് 1 പത്രോസ് 5:5 വാക്യം മുതൽ വായിക്കുകയാണ്, ഓൾ ഓഫ് യു ബി സബ്മിസീവ് ടു വൺ അനദർ ക്ലോത്ത്ഡ് വിത്ത് ഹ്യൂമിലിറ്റി, സൗമ്യതയുണ്ട്. എന്നിട്ട് പറയാണ്, ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ്, നെഗളികളെ എതിർക്കുന്നു, ആൻഡ് ഗിവ് ഗ്രേസ് ടു ദ ഹംബിൾ. പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ കയ്യാലെ ഒരു സൗഖ്യം നടന്നെന്നോ അല്ലെങ്കിൽ നമുക്ക് ചില നന്മകൾ കിട്ടുമ്പോൾ അറിയാതെ നമ്മളങ്ങ് നെഗളിച്ചു. നെഗളം എന്ന് പറയുന്നതാണ് ആദ്യത്തെ പാപം. സാത്താന് എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ബ്യൂട്ടിഫുൾ ക്രിയേഷനായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. പക്ഷെ തനിക്ക് തന്നെ തൻ്റെ സൗന്ദര്യത്തിലും തൻ്റെ അധികാരത്തിനൊക്കെ നെഗളം കയറി കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലൂടെ വന്നത്, ദൈവത്തെക്കാളും ഞാൻ സൗന്ദര്യമുള്ള ആൾ, ദൈവത്തിൻ്റെ കൂടെ ഞാൻ ഇരിക്കും, അവനോട് കൂടെ കയറി ഞാൻ എന്ന് പറയുന്നത് 5ാമത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവൻ്റെ ഇടം അവിടെ കണ്ടില്ലെന്ന്. ഹി റെസിസ്റ്റ്സ് ഹിം. ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഗിവ് ഗ്രേസ് ടു ദ ഹംബിൾ. കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയുന്നവരുടെ കൂടെ കർത്താവ് നടക്കും. അതുകൊണ്ടാണ് 6-ാം വാക്യം താഴെ 1 പത്രോസ് 5, therefore humble under the mighty hand of God that he may exalt you in due time. തക്ക സമയം, ദൈവത്തിൻ്റെ സമയം ഏറ്റവും നല്ല സമയം. ഹംബിൾ അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയേറിയ ഭുജത്തിൻ്റെ കീഴെ. ആ ഭുജം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവാണ് ദൈവമാക്കി വച്ചിരിക്കുന്ന അധികാരം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മക്കൾ പേരൻസിനോട്, അധ്യാപകരോട് പല കാര്യവും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് ഈ ദേഷ്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളിൽ അകത്ത് ആ പ്രൈഡ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദേഷ്യം വരത്തില്ല. ചിലർക്ക് പറയും എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് നിൽക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന് 2 എണ്ണം കൊടുത്തേച്ച് വരാം, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ മേലല്ലോ. അല്ല, അത് അടിച്ചാൽ തിരിച്ചടി വരും. ചിലർക്ക് ദേഷ്യം വരുന്നത് തീർക്കുന്നത് ഭാര്യമാരുടെ പുറത്താണ്. അതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, പേടിയില്ലാത്തതുകൊണ്ട്. സോ ദൈവമാക്കി വച്ചിരിക്കുന്ന അധികാരങ്ങൾ, അതിന് നമ്മൾ താന്നാൽ ദൈവം നമ്മളെ ഉയർത്തും. നെഗളം ദൈവത്തിന് തീർത്തും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഗോഡ് ഡസൻറ്റ് ലൈക്ക് ഇറ്റ്. വി ഹാവ് ടു ബി ഹംബിൾ, അപ്രോച്ചബിൾ ബൈ എവറിബഡി. നമ്മൾ അസാധാരണ ആൾക്കാരൊന്നുമല്ല, സാധാരണക്കാരും. എന്നിട്ടാണ് താൻ പറയുന്നത്, ബിക്കോസ് കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം ഫോർ ഹി കെയർസ് ഫോർ യു. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ എന്തോ ചെയ്തിട്ട് കാര്യങ്ങൾ ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ വചനം പറയുന്നത് നിങ്ങളുടെ സകല ചിന്തകളും അവൻ്റെ കയ്യിലും കൊടുത്തേ. കർത്താവ് യേശുവായിട്ടല്ലേ, യേശു എൻ്റെ രാജാവാണ്, യേശു എൻ്റെ കർത്താവെന്ന് ഡിക്ലെയർ ചെയ്തതല്ലേ നമ്മൾ. അങ്ങനെയാണെങ്കിൽ എല്ലാം അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവനും കൂടെയാണ്. അതുകൊണ്ടാണ് താഴെ പറയുന്നത്, സാത്താൻ അലറുന്ന സിംഹം പോലെ ഓടി നടക്കുക, ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച്. ആരെയാണ് വിഴുങ്ങുന്നത്? നെഗളം വരുമ്പോൾ അന്ധത വരും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അവരെ മുതലെടുക്കാൻ, ചതിക്കാൻ പിശാചിങ്ങനെ നിൽക്കുക. പക്ഷേ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർ അവർ ഒരു നാളും ലജ്ജിക്കത്തില്ലെന്ന് മാത്രമല്ല, ദൈവവചനത്തിൽ യേശു പറഞ്ഞു, ആൻഡ് ദീസ് തിങ്സ് വിൽ ബി ആഡഡ് അൺ ടു യു. സമൃദ്ധി, ആരോഗ്യം, അനുഗ്രഹം അവൻ്റെ നീതിയിലും അവൻ്റെ രാജ്യത്തിലും രാജ്യത്തിൻ്റെ തത്വങ്ങളിലും നമുക്ക് നിൽക്കാം. ആ തത്വങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ക്ലാസ്സിൽ 1 by 1 ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദയക്കായി സ്തോത്രം. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവവചന ജീവനും ചൈതന്യം നൽകുന്നതാണല്ലോ ദൈവവചനം. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതകൾ മാറട്ടെ, ജോലി സാധ്യതകൾ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേകർ കർത്താവെ അവരുടെ വസ്തു വിറ്റെങ്കിലും കടം വീട്ടണമെന്ന് പറഞ്ഞ് കേൾക്കുന്നു. യേശുവെ, അവർക്കൊരു പുതിയ വഴി
കർത്താവ് തന്നെ തുറക്കണം. വിവാഹം സംബന്ധിച്ച് വലിയ പ്രയാസത്തോടെ നിൽക്കുന്നവരുണ്ട്, അവർക്കും കർത്താവ് പുതുവഴികൾ തുറക്കണം. ആ വിവാഹം ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.